കോട്ടയത്ത് എക്സൈസ് സംഘം രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോയിലധികം വരുന്ന കഞ്ചാവും 1 ഗ്രാം MDMA-യും കണ്ടെത്തിയത്. കേസിൽ 3 പേരെ എക്സൈസ് സംഘം പിടികൂടി. ആക്രവ്യാപാരത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശി സനൂജ്. സഹായിയായി കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്തും പ്രവർത്തിച്ചു. ഇവരിൽ നിന്നാണ് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ആക്രവ്യാപാരവും ഇറച്ചിക്കച്ചവടം നടത്തി വന്നിരുന്ന സനൂജും സഹായി ശ്രീജിത്തും തമിഴ്നാട്ടിൽ നിന്ന് നാളുകളായി കാളകളെ കൊണ്ടുവരുന്നതിന്റെ മറവിൽ വൻതോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തുകയായിരുന്നു. രഹസ്യവിവരം എക്സൈസിന് ലഭിച്ചതിന് പിന്നാലെ പരിശോധന നടത്തി കഞ്ചാവ് കണ്ടെത്തി. മുൻപ് പലതവണ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചു കടന്നുകളഞ്ഞ സനൂജിനെയും ശ്രീജിത്തിനെയും അതിസാഹസികമായാണ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് പിടികൂടിയത്. നിരന്തരമായിട്ട് ഉള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾ 1 മാസമായിട്ട് ഇവരുടെ പുറകെയായിരുന്നു. ഇവരുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു, ആരൊക്കെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് റിസ്ക് ആയിട്ട് സാഹസികമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ ഒരു പിടികൂടിയത്. കുറച്ച് വയലൻ്റ് ആയിരുന്നു ഇവർ. ഒരാൾക്ക് ഈ പറഞ്ഞ സനൂജിനൊരു പോലീസ് കേസൊക്കെ ഉള്ളതാണ്, ഹെൽത്ത് കേസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളും പാർട്ടി ഇന്നലെ അത് റിസ്ക് ആയിട്ടുള്ള രീതിയിലാണ് അവർ പിടികൂടിയത്. മാരക ലഹരി മരുന്നായ MDMA-യുമായാണ് മുണ്ടക്കയം പൈങ്ങന സ്വദേശി ഷാഹിൻ സലാം എക്സൈസ് പിടിയിലായത്. ഇയാൾ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രധാന ന്യൂജൻ ലഹരി വിതരണക്കാരനാണ്. ഇയാൾ മുൻപ് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണെന്നും എക്സൈസ് സംഘം വ്യക്തമാക്കി. ഞങ്ങളുടെ വാഹനം കണ്ടപ്പോൾ ഓടുകയും നമ്മൾ അയാളെ ബോഡി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ MDMA കിട്ടിയത്. അതും ഇയാളും സോഴ്സിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇയാളൊരു ബ്രദർ ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്. ചേട്ടന് വേറെ കേസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫാമിലി അങ്ങനെ ഒരു ടൈപ്പാണ്. കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ KN, അരുൺകുമാർ EC എന്നിവരടങ്ങിയ സംഘമാണ് ലഹരിക്കടത്ത് സംഘത്തെ പൂട്ടിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.